Hello everyone, welcome to a new lesson with Maria's Litex. Today we are going to deal with a very simple essay titled 15 Years, written by R K Narayan, and this is included in the second sem AEC English paper for Commerce and Management students in the FYUGP stream of University of CALICUT. So ഈ ഒരു ലെസണിൽ നമ്മൾ ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള പോയിൻറ്റ്സിൻ്റെ ഒരു ഡിസ്കഷനും ആൻഡ് ദെൻ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഡിസ്കഷനുമാണ് ചെയ്യുന്നത്. സോ ലെറ്റ്സ് മൂവ് ഓൺ. ഫസ്റ്റ് ഓഫ് ഓൾ ആർ കെ നാരായൺ എന്നുള്ള വളരെ ഫേമസ് ആയിട്ടുള്ള റൈറ്ററിനെ കുറിച്ചുള്ള കുറച്ച് ഡീറ്റെയിൽസ് നോക്കാം. ഹി വാസ് ബോൺ ആസ് രസിപുരം കൃഷ്ണസ്വാമി അയ്യർ നാരായണസ്വാമി. ദിസ് ഈസ് ഹിസ് ഫുൾ നെയിം. ഹി ഈസ് ബോൺ ഇൻ മദ്രാസ്. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും ഫേമസ് ആയിട്ട് അറിയപ്പെടുന്ന ഒരു ട്രയോ ഉണ്ട് ഇന്ത്യൻ ഫിക്ഷൻ റൈറ്റിങ്ങിൽ, നോവൽ റൈറ്റിങ്ങിൽ. അവരുടെ അതിൽപ്പെട്ടിട്ടുള്ള ഒരാളാണ് മുൽക്ക് ആനന്ദ്, രാജാറാവു ആൻഡ് ആർ കെ നാരായൺ. സോ ആർ കെ നാരായൺ ഇസ് നോൺ ഫോർ ദി ഫിക്ഷണൽ ടൗൺ ഓഫ് മാൽഗുഡി. ഇദ്ദേഹം ക്രിയേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് നോവൽസിൽ മെയിൻ കോണ്ടെക്സ്റ്റായിട്ട് വരുന്ന ഒരു ഫിക്ഷണലായിട്ടുള്ള ഇദ്ദേഹം ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ടൗണാണ് മാൽഗുഡി. ആൻഡ് ഇറ്റ് ഈസ് വെരി ഫേമസ്, പ്രത്യേകിച്ച് കുട്ടികളുടെ ഇടയിലും അതുപോലെ ഇന്ത്യൻ ഇംഗ്ലീഷ് റീഡേഴ്സിൻ്റെ ഇടയിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു വർക്ക്, എന്താ പറയുക, പ്ലേസ് നെയിമാണ് മാൽഗുഡി എന്ന് പറയുന്നത്. മാൽഗുഡിയിൽ സെറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് വർക്ക്സ് ഉണ്ട്. സോ ഹി ഹാസ് വൺ Sahitya Academy Award, Padma Bhushan and Padma Vibhushan, and AC Benson Medal for Royal Society of Literature from the Royal Society of Literature. അങ്ങനെ ഒരുപാട് അവാർഡ്സ് കിട്ടിയിട്ടുണ്ട്. ആൻഡ് ഹി വാസ് ഈവൻ നോമിനേറ്റഡ് ഫോർ നോബൽ പ്രൈസിന് നോമിനേഷൻ കിട്ടിയിട്ടുണ്ട്. ആൻഡ് വളരെ ഫേമസ് ആയിട്ടുള്ള ഇദ്ദേഹത്തിൻ്റെ വർക്ക്സ് ആണ് സ്വാമി ആൻഡ് ഫ്രണ്ട്സ്, ബാച്ചിലർ ഓഫ് ആർട്സ്, ദി ഇംഗ്ലീഷ് ടീച്ചർ തുടങ്ങിയത്. അതുപോലെ ഒരുപാട് സിലബസിലൊക്കെ വന്നിട്ടുള്ള മറ്റൊരു വർക്കാണ് ദ ഗൈഡ്. ഈ ഒരു വർക്കിന് സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയിട്ടുണ്ട്. സോ BBC has selected Swami and Friends as one of the 100 novels that shaped our world. അപ്പോൾ അത്രയും വൈഡ് റീഡർഷിപ്പ് വന്നിട്ടുള്ളൊരു വർക്കാണ് സ്വാമി ആൻഡ് ഫ്രണ്ട്സ്. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദി essay. This is a very simple essay, and in this work Narayan explores the changing status of English in India before and after independence. As we know, നമുക്ക് ഇന്ത്യയിൽ അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരുപാട് ഭാഷകളുണ്ട്. അതല്ലാതെ 2000-ഓളം വെറൈറ്റി ഓഫ് ഡയലക്ട്സ് ഉണ്ട്. 22 അക്സെപ്റ്റഡ് അല്ലെങ്കിൽ റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഭാഷകളുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിലെല്ലാം വി നോ ദാറ്റ് ഇംഗ്ലീഷ് ഇസ് വർക്കിംഗ് ആസ് എ ലിങ്ക് ലാംഗ്വേജ്. ബട്ട് ഇൻ ദിസ് എസ്സേ ദർ ഇസ് എ ജഡ്ജ്. ഇറ്റ്സ് എ കോർട്ട് റൂം. ഒരു കോർട്ട് റൂമിൽ ഒരു ജഡ്ജ് ഇംഗ്ലീഷ് ലാംഗ്വേജിനെ പ്രതിക്കൂട്ടിൽ നിർത്തിയിട്ട് ഇറ്റ് ഇസ് ടൈം ദാറ്റ് യു ലീവ് ദ കൺട്രി. ഇംഗ്ലീഷ് ഇനി ഇവിടെ വേണ്ട, ഇംഗ്ലീഷിന് നമ്മളിവിടുന്ന് പുറത്താക്കുകയാണ് എന്നുള്ള രീതിയിലുള്ള ഒരു സീനാണ് നമ്മൾ കാണുന്നത്. ഇറ്റ്സ് വെരി സിമ്പിൾ ആൻഡ് ഇൻട്രസ്റ്റിംഗ്. സോ ഇതാണ് എസ്സേയുടെ ഒരു മെയിൻ പാർട്ട്. So actually Narayan wants to make a discussion about whether English is needed here or whether we should replace English with Hindi or other languages. അപ്പോൾ എപ്പോഴും ഈ ഭാഷ ഇന്ത്യയിലെ ഒരു പോയിൻ്റ് ഓഫ് കണ്ടൻഷനാണ്, അല്ലെങ്കിൽ ഒരു ബോൺ ഓഫ് കണ്ടൻഷനാണ്. എപ്പോഴും അതിൻ്റെ പേരിൽ ഒരുപാട് അടികൾ നടക്കുന്നതാണ്. ആൻഡ് വിച്ച് ഷുഡ് ബി ദി നാഷണൽ ലാംഗ്വേജ് തുടങ്ങിയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. അപ്പോൾ the main part of the essay presents a creative dialogue between two personified characters. ഇംഗ്ലീഷ് ലാംഗ്വേജിനെ ഒരു പേഴ്സണ ആയിട്ടാണ് കാണുന്നത്. ഇതിനെയാണ് നമ്മൾ പെർസോണിഫിക്കേഷൻ എന്ന് പറയുന്നത്. സോ ഷീ ഈസ് എ ഫീമെയിൽ പ്രിസണർ. പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന ഒരു ഫീമെയിൽ പ്രിസണറാണ് ഇംഗ്ലീഷ് ലാംഗ്വേജ്. ആൻഡ് ദർ ഇസ് എ ജഡ്ജ് ഹു വോണ്ട്സ് ടു ബാനിഷ് ഇംഗ്ലീഷ് ഫ്രം ഇന്ത്യ. ഇന്ത്യയിൽ നിന്ന് ഇംഗ്ലീഷിനെ പുറത്താക്കാൻ നിൽക്കുന്ന ഒരു ജഡ്ജ്. സോ ദ എസ്സേ ബിഗിൻസ്, ലാംഗ്വേജ് ഹാസ് ബിക്കം എ പ്രൊഫൗണ്ട്ലി എംബറാസിങ് സബ്ജക്റ്റ് നൗ എ ഡേയ്സ്. ഭാഷ എന്ന് പറയുന്നത് വളരെ പ്രശ്നം പിടിച്ച ഒരു ഇഷ്യൂ ആയിട്ട്, ഒരു സബ്ജക്റ്റായിട്ട് മാറുവാണ്. ആൻഡ് ദ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഡിഫെൻസ് ഇറ്റ് സെൽഫ് ബൈ ആർഗ്യൂയിങ് ദാറ്റ് ഇറ്റ് ഹാസ് ബിക്കം ആൻ ഇൻറ്റഗ്രൽ പാർട്ട് ഓഫ് ഇന്ത്യൻ കൾച്ചർ ആഫ്റ്റർ ബീങ് പ്രസൻറ്റ് ഇൻ ദ കൺട്രി ഫോർ 200 years. അപ്പോൾ ഒരു 200 വർഷത്തോളം ഇന്ത്യയിൽ നിലനിന്നിട്ട് നമുക്ക് അൺഅവോയ്ഡബിൾ ആയിട്ടുള്ളൊരു പാർട്ടായിട്ട് ഇംഗ്ലീഷ് ലാംഗ്വേജ് മാറിയിട്ടുണ്ട് എന്നാണ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ദ വുമൺ, ദി ലേഡി, ഫീമെയിൽ പ്രിസണർ ആർഗ്യൂ ചെയ്യുന്നത്. ആൻഡ് ബിഫോർ ഇൻഡിപെൻഡൻസ് നോയിങ് ഇംഗ്ലീഷ് വാസ് കൺസിഡേർഡ് പ്രസ്റ്റീജിയസ് ആൻഡ് അഡ്വാൻറ്റേജസ് ഫോർ എംപ്ലോയ്മെൻറ്റ്. നമുക്കറിയാം, ഇന്നും അല്ലെങ്കിൽ ഇൻഡിപെൻഡൻസിന് മുമ്പും ഇംഗ്ലീഷ് അറിയുക എന്നുള്ളത് ഭയങ്കര പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. സോ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് ദർ വാസ് എ പുഷ് ടു റിജക്റ്റ് ഇംഗ്ലീഷ്. ഇൻഡിപെൻഡൻസിന് ശേഷം ഇംഗ്ലീഷിനെ ഇവിടെ നിന്ന് ഒഴിവാക്കാൻ ഉള്ള ഒരു ക്രൈ പല ഭാഗത്തു നിന്നും വന്നിട്ടുണ്ട്. അതുപോലെ ചില റീജിയണൽ ലാംഗ്വേജസിനെ പ്രൊമോട്ട് ചെയ്യണം എന്നുള്ളത്, അതുപോലെ ഹിന്ദിയെ ദേശീയവൽക്കരിക്കണം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ. സോ ഇംഗ്ലീഷിനെ
ഒരു നെഗറ്റീവായിട്ട് ഇംഗ്ലീഷ് ഇസ് എ ലാംഗ്വേജ് ഓഫ് ദ ഒപ്രസേഴ്സ്, നമ്മളെ ഒപ്രസ് ചെയ്തിട്ടുള്ള ബ്രിട്ടീഷുകാരുടെ ഭാഷയാണ് ഇംഗ്ലീഷ് എന്നുള്ളത് കൊണ്ട് വി ഷുഡ് ബാനിഷ് ഇറ്റ്. അതാണ് ഈ കോർട്ടിൽ വരുന്ന ആർഗ്യുമെൻറ്റ്. ആൻഡ് നാരായൺ ഹൈലൈറ്റ്സ് ദ ലാംഗ്വേജ് ഡിബേറ്റ്സ് ഇൻ ഇന്ത്യ. അപ്പോൾ ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തീം എന്ന് പറയുന്നത് ഇന്ത്യയിൽ നടന്നിട്ടുള്ള ഈ ഒരു ഭാഷയെ സംബന്ധിച്ചിട്ടുള്ള ഒരുപാട് തർക്കങ്ങളും ഡിബേറ്റ്സും ഉണ്ട്. അതിനെയാണ് ഇവിടെ ഫോർഗ്രൗണ്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്യുന്നത്. ആൻഡ് ഇമോഷണൽ ആൻഡ് പ്രാക്ടിക്കൽ ഡയമെൻഷൻസ് ഓഫ് ഇന്ത്യാസ് ലാംഗ്വേജ് ഡിബേറ്റ്സ്. സോ അതിലേക്കാണ് ഈ ഒരു തീം വിരൽ ചൂണ്ടുന്നത്. സോ ലെറ്റ്സ് സീ ഹൗ ഇസ് ഇറ്റ് ഹാപ്പനിങ്. So, as I told, English is personified as a lady prisoner, and in the essay, English language is cleverly presented as a personified character, as a female prisoner in a courtroom who must defend herself. There is no one else. അപ്പോൾ ഈ ലേഡി തന്നെ സ്വയം ഡിഫെൻഡ് ചെയ്യാണ്, ഇംഗ്ലീഷ് ലാംഗ്വേജ് സ്വയം ഡിഫെൻഡ് ചെയ്ത് എതിർത്ത് സംസാരിക്കുകയാണ്. ദിസ് ക്രിയേറ്റീവ് പെർസോണിഫിക്കേഷൻ അലോസ് നാരായൺ ടു എക്സ്പ്ലോർ കോംപ്ലെക്സ് ആർഗ്യുമെൻറ്റ്സ് അബൌട്ട് ലാംഗ്വേജ് പോളിസി ഇൻ പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ഇന്ത്യ ത്രൂ എ മെമ്മറബിൾ ഡയലോഗ്. അപ്പോൾ ഈ ഒരു മെമ്മറബിൾ ഡയലോഗിലൂടെ പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ലാംഗ്വേജ് പോളിസിയെയാണ് ഇവിടെ നാരായൺ ക്രിട്ടിസൈസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിനെയാണ് ഇവിടെ ഡിസ്കഷൻ വെച്ചിട്ടുള്ളത്. ആൻഡ് ദി ഇംഗ്ലീഷ് ലാംഗ്വേജ് ഇസ് പോർട്രേഡ് ആസ് ഹാവിങ് എ സൈറൻ ലൈക്ക് ചാം ആൻഡ് ലോട്ട് ഓഫ് പെർസിസ്റ്റൻസ്. അപ്പോൾ ഇംഗ്ലീഷ് ലാംഗ്വേജ് സ്വയം ഡിഫെൻഡ് ചെയ്യുന്നത് അത് എല്ലാവരിലേക്കും എത്തുന്ന ഒരു സൈറൺ പോലെയുള്ള ഒരു ചാം ഉണ്ട്, അതുപോലെ നിലനിൽക്കുന്ന ഒരുപാട് സ്ട്രഗിൾസിൻ്റെ ഇടയിലും നിലനിൽക്കുന്ന ഒരു ഭാഷയാണ്. ആൻഡ് ഇറ്റ് ഈസ് റിപ്പീറ്റഡ്ലി ആസ് വൈ ഷി ഈസ് ഹേറ്റഡ് സോ മച്ച്. അപ്പോൾ വീണ്ടും വീണ്ടും പ്രിസണർ ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ഞാൻ ഇത്ര വെറുക്കപ്പെട്ടിട്ടുള്ളൊരു ഭാഷയായിട്ട് മാറിയിട്ടുള്ളത്. ആൻഡ് ദെൻ ഷി ഈസ് അക്യൂസ്ഡ് ഇൻ ദി ലാംഗ്വേജ് ഓഫ് ഓപ്രസേഴ്സ്. ഈ ഒരു വേർഡ്സിലാണ് കോർട്ടിൽ വെച്ചിട്ട് ജഡ്ജ് ഇവളെ അക്യൂസ് ചെയ്യുന്നത്, കുറ്റപ്പെടുത്തുന്നത്. യു ആർ ദ ലാംഗ്വേജ് ഓഫ് ഓപ്രസേഴ്സ്, ഇറ്റ് ഇസ് ത്രൂ യു ദാറ്റ് അവർ നേഷൻ വാസ് എൻസ്ലേവ്ഡ്. ഈ ഭാഷയിലൂടെയാണ് നിങ്ങൾ ഞങ്ങളെ അടിമപ്പെടുത്തിയിട്ടുള്ളത്. ആൻഡ് ഇറ്റ് ഇസ് ഓൺലി ത്രൂ യു ദാറ്റ് ദ പീപ്പിൾ വർ ഡിവൈഡഡ്. ഈ ഭാഷയാണ് ഞങ്ങളെ രണ്ടായി വിഭജിക്കാൻ, ഭിന്നിപ്പിച്ച് ഭരിക്കാൻ യൂസ് ചെയ്തിട്ടുള്ളത്. സോ ദാറ്റ് ദോസ് ഹു വെർ മാസ്റ്റേഴ്സ് ഓഫ് ഇംഗ്ലീഷ് കുഡ് റൂൾ അതേഴ്സ് ഹു ഡിഡൻറ്റ് നോ ദ ലാംഗ്വേജ്. ഇംഗ്ലീഷ് അറിയാത്തവർ, ഈ ഭാഷ അറിയുന്ന ആളുകളാണ്, അവരാണ് ഈ ഇടനിലക്കാരായി നിന്നിട്ട് നമ്മളെ കീഴ്പ്പെടുത്തിയിട്ടുള്ളത്. സോ യുവർ ഇൻസിഡിയസ് ഇൻഫ്ലുവൻസ് റോട്ട് എ ക്ലീവേജ് ഇൻ അവർ ഓൺ മൈൻഡ് സെറ്റ്. നിൻ്റെ അത്രയും ഷാർപ്പായിട്ടുള്ള ഇൻഫ്ലുവൻസ് കൊണ്ട് ഞങ്ങളുടെ ഇടയിൽ ഒരു വലിയ വിള്ളൽ തന്നെ വന്നു എന്നുള്ളതാണ്. ആൻഡ് ഷീ ഡിഫെൻസ് ഹെർസെൽഫ് ബൈ ക്ലെയിമിങ് ഡീപ്പ് ഇന്ത്യൻ റൂട്ട്സ്. അപ്പോൾ ഇംഗ്ലീഷിന് വർഷങ്ങൾ കൊണ്ട് ഇന്ത്യയിൽ വന്നിട്ടുള്ള ഒരു ഡീപ്പ് റൂട്ട്സിനെ കുറിച്ചാണ് ഇംഗ്ലീഷ് ആർഗ്യൂ ചെയ്യുന്നത്. ഐ എം മോർ ഇന്ത്യൻ ദാൻ യു ക്യാൻ എവർ ബി. ഈ കോർട്ടിലിരിക്കുന്ന ജഡ്ജിന് പോലും ആകാൻ പറ്റുന്നതിലും അപ്പുറം ഐ ഹാവ് ബിക്കം ഇന്ത്യൻ. യു ആർ പ്രോബബ്ലി 50, 60 or 70 years of age. ജഡ്ജിനാകെ ഇത്ര വയസ്സേ ആയിട്ടുണ്ടാവുള്ളൂ, ഏറിപ്പോയാൽ 70 years. ബട്ട് ഇംഗ്ലീഷ് ഐ ഹാവ് ബീൻ ഹിയർ ഫോർ 200 years. ഞാനിവിടെ 200 വർഷമായിട്ട് ഞാനിവിടെ ഉണ്ട്. സോ ഐ എം മോർ ഇന്ത്യൻ ദാൻ യു. ദെൻ ദ എസ്സേ ഷോസ് ഇംഗ്ലീഷ് ആസ് ബോത്ത് പ്രാക്ടിക്കൽ ആൻഡ് പോയറ്റിക്. അപ്പോൾ വളരെ പ്രാക്ടിക്കലായിട്ടും പോയറ്റിക്കുമായിട്ടാണ് ലാംഗ്വേജ് സ്വന്തം കാര്യത്തിന് വേണ്ടി ആർഗ്യൂ ചെയ്യുന്നത്. ആൻഡ് ഷീ ഈസ് ഈവൻ കോട്ടിങ് ഷേക്സ്പിയർ അബൌട്ട് ദ ഗ്ലോറിയസ് മോർണിംഗ് ഫ്ലാറ്ററിങ് ഇൻ ദ മൗണ്ടൻ ടോപ്സ് വിത്ത് സോവറിൻ ഐ. അപ്പം എന്താ പറയുക, ജഡ്ജിനെ പോലും ഇഷ്ടപ്പെടുത്തുന്ന രീതിയിൽ ഷേക്സ്പിയറിൽ നിന്നൊക്കെ കോട്ട് ചെയ്യുമ്പം ജഡ്ജ് ഇങ്ങനെ എന്താ പറയുക, ജഡ്ജിനൊരു ഇളക്കം വരുന്നുണ്ട്. ബട്ട് ഹീ ഡു നോട്ട് അലോ ദാറ്റ് ടു ഹാപ്പൻ. അതിലേക്ക് വീണു പോകാൻ ഇദ്ദേഹം സ്വയം സമ്മതിക്കുന്നില്ല. ആൻഡ് ദെൻ വെൻ അക്യൂസ്ഡ് ഓഫ് ബീയിങ് ഫോറിൻ, ഇംഗ്ലീഷ് പോർട്രേസ് ഹെർസെൽഫ് ആസ് thoroughly Indian, ഈവൻ കോളിംഗ് ഹെർസെൽഫ് ആസ് എ ഡിവോട്ടി ഓഫ് ഗോഡസ് സരസ്വതി. വീണ്ടും ഇവളെ കുറ്റപ്പെടുത്തി പറയുമ്പോൾ ഇംഗ്ലീഷ് ലാംഗ്വേജ് പറയുന്നത് ഐ എം എ ഡിവോട്ടി ഓഫ് ഗോഡസ് സരസ്വതി, ഞാൻ സരസ്വതിയുടെ ഒരു ഭക്തയാണ്. ആൻഡ് ഹെർ മോസ്റ്റ് സ്റ്റെഡ്ഫാസ്റ്റ് ഹാൻഡ്-മെയ്ഡ്. അപ്പോൾ ഇവിടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്ന, അതിൻ്റെ ഏജൻ്റായിട്ട് വർക്ക് ചെയ്യുന്ന ഭാഷ ഇംഗ്ലീഷാണ്. സോ ഐ എം ദി മോസ്റ്റ് സ്റ്റെഡ്ഫാസ്റ്റ് ഹാൻഡ്-മെയ്ഡ്, അവളുടെ ഏറ്റവും ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള വലങ്കൈയായിട്ട് വർക്ക് ചെയ്യുന്നത് ഞാനാണ്. സജസ്റ്റിംഗ് ഷീ സെർവ്സ് ഇന്ത്യൻ നോളജ്. സരസ്വതി എന്ന് പറയുമ്പോൾ വിദ്യയുടെ ഗോഡസ് ആണ്. സോ ആൻഡ് ദ കൾച്ചർ rather than ഇമ്പീരിയൽ ഇൻട്രസ്റ്റ്. അപ്പോൾ ഇന്ത്യൻ നോളജ് സിസ്റ്റത്തിനെയും നമ്മുടെ നാടിനെയുമാണ് ഇമ്പീരിയൽ നോളജ് സിസ്റ്റത്തിനേക്കാളും ഇംഗ്ലീഷ് ഹെൽപ്പ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. സോ ദ ജഡ്ജ് റെപ്രസെൻറ്റിംഗ് ആൻറ്റി ഇംഗ്ലീഷ് സെൻറ്റിമെൻറ്റ് റിമെയിൻസ് അൺമൂവ്ഡ്, ക്ലെയിമിംഗ് ഇംഗ്ലീഷ് ഇസ് ദ ലാംഗ്വേജ് ഓഫ് ദ ഇമ്പീരിയലിസ്റ്റ് റെഡ് ടേപ്പിസ്റ്റ്. അപ്പോൾ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് നമ്മളെ അടിച്ചമർത്തിയ സാമ്രാജ്യത്വത്തിൻ്റെ ശക്തിയാണ്. അതുപോലെ റെഡ് ടേപ്പിസ്റ്റ്, അതായത് ഫയലുകൾക്കുള്ളിൽ കെട്ടിക്കിടക്കുന്ന കാര്യങ്ങളെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒഫീഷ്യൽ
ഭാഷയാണ്. ഡയബോളിക്കൽ ലീഗലിസ്റ്റ് എന്ന് മറ്റുള്ളവരെ വെറുപ്പിക്കുന്ന തരത്തിൽ ലോസ് എഴുതിയിട്ടുള്ള നിയമപുസ്തകങ്ങളുടെ ഭാഷയാണ്. ആൻഡ് ദ ലാംഗ്വേജ് വിച്ച് ഓൾവേസ് മീൻസ് ടു തിങ്സ് അറ്റ് ദ സെയിം ടൈം. പലപ്പോഴും ഇംഗ്ലീഷിൽ ഒരേ വാക്കിന് തന്നെ പല അർത്ഥങ്ങൾ വരുന്നുണ്ട്. സോ ഇംഗ്ലീഷ് ഇസ് ട്രബിൾസം. ആകെ മൊത്തം ഇംഗ്ലീഷ് പ്രശ്നമാണ് എന്നാണ് കോർട്ടിൽ ജഡ്ജ് പറയുന്നത്. ദിസ് personification technique allows Narayan to highlight the emotional and practical dimensions of Indian language debates. അപ്പോൾ ഇതിലൂടെ നാരായണ വിരൽ ചൂണ്ടുന്നത് നമ്മുടെ ലാംഗ്വേജ് പ്രശ്നത്തിൻ്റെ ഇമോഷണലും പ്രാക്ടിക്കലുമായിട്ടുള്ള മറ്റു വശങ്ങളിലേക്കാണ്. വൈൽ സജസ്റ്റിംഗ് ദാറ്റ് ഇംഗ്ലീഷ് ഹാസ് ബിക്കം ടു ഡീപ്ലി എംബഡഡ് ഇൻ ഇന്ത്യൻ ലൈഫ് ടു ബി ഈസിലി റിമൂവ്ഡ്. അപ്പോൾ ഇതിൽ വരുന്ന സജഷൻ ഇംഗ്ലീഷ് നമ്മുടെ കൾച്ചറിലേക്ക് അത്രയും അധികം ആഴത്തിൽ വന്നതുകൊണ്ട് ഇംഗ്ലീഷിനെ ഒഴിവാക്കുക എന്നുള്ളത് ഇറ്റ് ഇസ് നോട്ട് ദാറ്റ് ഈസി എന്നുള്ളതിലേക്കാണ്. ഓക്കെ, നൗ ദി ലാംഗ്വേജ് പോയിൻറ്റ്സ് ഔട്ട് ദി പ്രാക്ടിക്കൽ പ്രോബ്ലംസ് വിത്ത് റീപ്ലേസിങ് ഇറ്റ്. അപ്പോൾ ഇംഗ്ലീഷിനെ മാറ്റി വെക്കുന്നതിനുള്ള പ്രാക്ടിക്കൽ പ്രോബ്ലംസിനെ കുറിച്ച് ഇംഗ്ലീഷ് ലാംഗ്വേജ് സംസാരിക്കുന്നു. സച്ച് ആസ് ദി ഡിഫിക്കൽട്ടീസ് ഇൻ സ്റ്റാൻഡർഡൈസിങ് റീജിയണൽ ലാംഗ്വേജസ് ഫോർ ലീഗൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് പർപ്പസസ്. അപ്പോൾ നിങ്ങളുടെ ലീഗലായിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷനും മറ്റും വേറെ ഏത് റീജിയണൽ ഭാഷയിലാണ് നിങ്ങൾക്ക് എല്ലാവർക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ള ക്വസ്റ്റ്യനൊക്കെ ജഡ്ജിനോട് എടുത്തടിച്ച് ചോദിക്കുന്നുണ്ട് ഇംഗ്ലീഷ് ലാംഗ്വേജ്. ആൻഡ് ദ ജഡ്ജ് ഇസ് നോട്ട് ഹാവിങ് എനി ആൻസർ. ജഡ്ജിന് അതിന് ഉത്തരവൊന്നുമില്ല. ഈവൻ ഇഫ് യു കം ഇൻ എ സാരി. അപ്പോൾ ഇവളിങ്ങനെ ആർഗ്യൂ ചെയ്യുമ്പം ജഡ്ജ് പറയുന്നുണ്ട്, ഇതാണ് ഇതിലുള്ളൊരു കോമിക് ആസ്പെക്റ്റ്, ഈവൻ ഇഫ് യു കം ഇൻ എ സാരി വിത്ത് കുങ്കും ഓൺ യുവർ ഫോർ ഹെഡ് വി ആർ ഗോയിങ് ടു സീ യു ദാറ്റ് യു ആർ ഡീപ്പോർട്ടഡ്. അപ്പോൾ നീ ഇനി ഇന്ത്യൻ അറ്റയർ ആയിട്ടുള്ളൊരു സാരിയും കുങ്കുമൊക്കെ തൊട്ട് വന്നാലും വിൽ നോട്ട് അലോ യു ടു സ്റ്റേ ഓവർ ഹിയർ. ദ അറ്റ്മോസ്റ്റ് വി ഷൽ അലോ യു വിൽ ബി അനദർ 15 years. ഇനി ഏറിപ്പോയാൽ തന്നെ ഇനി ഒരു 15 വർഷം മാത്രമേ ഇവിടെ നിലനിർത്തുള്ളൂ എന്നുള്ളൊരു ആർഗ്യുമെൻറ്റിലേക്ക് ജഡ്ജ് വരുവാണ്. സോ ആൻഡ് സ്റ്റിൽ the judge cannot specify when this countdown actually begins. അപ്പോൾ ഇംഗ്ലീഷ് ചോദിക്കുന്നുണ്ട് എന്ന് മുതൽ 15 വർഷം എന്ന്. അപ്പോഴും ജഡ്ജിന് അതിന് കൃത്യമായിട്ടുള്ള ഒരു ആൻസർ കൊടുക്കാൻ കഴിയുന്നില്ല. സോ അവിടെയാണ് ഈ ഒരു കൺഫ്യൂസ്ഡ് ആയ ജഡ്ജിൻ്റെ ഒരു സീനിലാണ് ഈ ഒരു ഡിസ്കഷൻ എൻഡ് ചെയ്യുന്നത്. സോ നാരായൺസ് ഓവറോൾ ആർഗ്യുമെൻറ്റ് ഇസ് ദാറ്റ് ഡിസ്പൈറ്റ് ഒപ്പോസിഷൻ ബേസ്ഡ് ഓൺ നാഷണലിസ്റ്റ് സെൻറ്റിമെൻറ്റ്സ് ഇംഗ്ലീഷ് സെർവ്സ് ആസ് എസെൻഷ്യൽ ഫങ്ഷൻസ് ഇൻ ഇന്ത്യ. അപ്പോൾ ഒരു നാഷണലിസ്റ്റ് സെൻറ്റിമെൻറ്റ്, ഒരു ദേശീയതയുടെ അതിപ്രസരത്തിൽ അല്ലെങ്കിൽ ആ ഒരു മൂഡിലാണ് ഇംഗ്ലീഷിനെ ബാനിഷ് ചെയ്യുക എന്നുള്ള ആർഗ്യുമെൻറ്റ്സ് വന്നിട്ടുള്ളത്. അപ്പോഴും ഇംഗ്ലീഷിന് ഇന്ത്യയിൽ ഒരുപാട് അത്യാവശ്യമായിട്ടുള്ള ഫങ്ഷൻസ് ഇംഗ്ലീഷ് നിർവഹിക്കുന്നുണ്ട്, പെർട്ടിക്കുലർലി ഫോർ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സ് ആൻഡ് റീജിയൻസ്. ഇപ്പോഴും മറ്റുള്ള അതർ സ്റ്റേറ്റ്സിലുള്ള ആളുകളോട് സംസാരിക്കാൻ ഇംഗ്ലീഷ് തന്നെയാണ് പലപ്പോഴും ലിങ്ക് ലാംഗ്വേജ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്. സോ ഹി സജസ്റ്റ് ദാറ്റ് നോ ലാംഗ്വേജ് ഇൻക്ലൂഡിങ് ഹിന്ദി ക്യാൻ ഫുള്ളി റീപ്ലേസ് ഇംഗ്ലീഷ് റോൾ ഇൻ ഇൻ്റർ സ്റ്റേറ്റ് കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ ഈവൻ ഹിന്ദിക്ക് പോലും ഇംഗ്ലീഷിനെ മാറ്റി വെക്കാൻ പറ്റുന്നില്ല ഫോർ ഇൻ്റർ സ്റ്റേറ്റ് കമ്മ്യൂണിക്കേഷൻ, എസ്പെഷ്യലി സിൻസ് ഇംഗ്ലീഷ് ഹാസ് ബിക്കം ദി ഗ്ലോബൽ ലാംഗ്വേജ്. ആൻഡ് നൗ ഈ ഡിസ്കഷൻ്റെ ഇടയിൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് ജഡ്ജിനെ കളിയാക്കിക്കൊണ്ട് ഇംഗ്ലീഷിൻ്റെ ഇനവിറ്റബിലിറ്റിയെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ട് ഒരു പണ്ഡിറ്റിൻ്റെ കഥ പറയുന്നുണ്ട്. വാട്ട് ഈസ് ദാറ്റ് സ്റ്റോറി? ദ പണ്ഡിറ്റ് ആൻഡ് ഹിസ് ട്രാൻസ്ലേഷൻ. ഇംഗ്ലീഷ് ലാംഗ്വേജ് പറയുന്നത് ഇതാണ്, അബൌട്ട് എ റൈറ്റർ ഹു ഹാഡ് ദ ട്രബിൾ വിത്ത് ട്രാൻസ്ലേഷൻസ്. ദിസ് ഹംബിൾ ഓതർ വാണ്ടഡ് ഹിസ് ഇംഗ്ലീഷ് വർക്ക്സ് ട്രാൻസ്ലേറ്റഡ് ഇൻ ടു ഹിന്ദി. അപ്പോൾ ഈ ഒരു റൈറ്റർക്ക് ഇദ്ദേഹത്തിൻ്റെ ഇംഗ്ലീഷ് വർക്ക്സ്, ഇംഗ്ലീഷ് ലാംഗ്വേജാണ് സംസാരിക്കുന്നത്, ഇംഗ്ലീഷ് വർക്ക്സ് ഹിന്ദിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. ബിക്കോസ് ഹി ഡിഡൻറ്റ് നോ ഇംഗ്ലീഷ്, ഹി എംപ്ലോയ്ഡ് എ പണ്ഡിറ്റ്, ഒരു പണ്ഡിറ്റിനെ ഇദ്ദേഹം എംപ്ലോയ് ചെയ്തു. ദെൻ വെൻ ഹി ഷോഡ് ദ ഹിന്ദി മാനുസ്ക്രിപ്റ്റ്സ് ടു അതർ പീപ്പിൾ ഹി ഗോട്ട് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് റിയാക്ഷൻസ്. പക്ഷേ ഇവർ ട്രാൻസ്ലേറ്റ് ചെയ്ത പണ്ഡിറ്റ് കൊടുത്തിട്ടുള്ള പുതിയ വേർഷൻ മറ്റുള്ളവരെ കാണിച്ചപ്പോൾ ആകെ പ്രശ്നമായി. ബിക്കോസ് ഇറ്റ് ഹാഡ് ടൂ മെനി അതർ ലാംഗ്വേജസ്. അതിനകത്ത് കുറേ ഉറുദു വേർഡ്സ് ഉണ്ട്, സാൻസ്ക്രിറ്റ് വേർഡ്സ് ഉണ്ട്, അങ്ങനെ ഒരുപാട് പലതരം ഭാഷകളിലേക്ക് കൂടിയിട്ടാണ് പണ്ഡിറ്റ് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ദ പുവർ ഓതർ കുഡൻറ്റ് ഡിസൈഡ് ഹു വാസ് റൈറ്റ് ആൻഡ് ഹു വാസ് റോങ് അബൌട്ട് ദ ലാംഗ്വേജ് ഇഷ്യൂ. അപ്പോൾ ചിലരിത് സാൻസ്ക്രിറ്റ് ഉണ്ടായ കുഴപ്പമില്ല, ഉറുദു പ്രശ്നമാണ് എന്നുള്ള രീതിയിലൊക്കെ ആകെ കുഴഞ്ഞു മറിഞ്ഞ അഭിപ്രായങ്ങൾ വരുമ്പോൾ ഹി ന്യൂ what to do and he was keeping it out of sight. അപ്പോൾ അദ്ദേഹം ഈ ഒരു പ്രൊജക്റ്റേ ഒഴിവാക്കിയിട്ട് തൽക്കാലം കിട്ടിയ മാനുസ്ക്രിപ്റ്റ് സൂക്ഷിച്ചു വെക്കുകയാണ് ചെയ്തിട്ടുള്ളത്. സോ ദ ജഡ്ജ് റിട്ടോർട്ട്സ് ദാറ്റ് ഷി ഷുഡ് നോട്ട് ഇൻ്റർഫിയർ ഇൻ ദ ലാംഗ്വേജ് ഇഷ്യൂസ് ഓഫ് ദ കൺട്രി. അപ്പോൾ ഇതിന് മറുപടിയായിട്ട് ജഡ്ജ് പറയുന്നത് ഈ നാട്ടിലെ ലാംഗ്വേജ് പ്രശ്നത്തിൽ നീ ഇടപെടേണ്ട ആവശ്യമില്ല, സോ യു മൂവ് എവേ ആൻഡ് വി വിൽ ഡു ഇറ്റ്. And Narayan uses this little story to make an important point about the challenges of standardizing English languages. അപ്പോൾ നാരായൺ ഈ ഒരു ചെറിയ സ്റ്റോറി യൂസ് ചെയ്യുന്നത്
പറഞ്ഞിട്ടുള്ളത് ഇന്ത്യൻ ലാംഗ്വേജസിനെ സ്റ്റാൻഡേർഡൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വലിയൊരു ട്രബിൾസമായിട്ടുള്ള പ്രശ്നമാണ്. കാരണം അപ്പോഴും ആ ഭാഷ മനസ്സിലാക്കാത്ത ഒരുപാട് ആളുകളുണ്ട്. ഇറ്റ് ഷോസ് ഹൗ ഡിഫിക്കൽട്ട് ഇറ്റ് വാസ് ടു പ്ലീസ് എവ്രി വൺ വെൻ ഇറ്റ് കെയിം ടു ലാംഗ്വേജ് ചോയ്സസ്. ഇത്രയും വെറൈറ്റി ഓഫ് ഭാഷകളുള്ളൊരിടത്ത് ഒരാളെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട് മാത്രം എല്ലാവരെയും പ്രീതിപ്പെടുത്തിയിട്ടുള്ള ഒരു കോമൺ ലാംഗ്വേജ് അക്സെപ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ടു ഡിഫിക്കൾട്ട്. ആൻഡ് he is highlighting why English remained useful despite the push to replace it. എപ്പോഴും ഇംഗ്ലീഷിനെ മാറ്റി വെക്കാനുള്ള റീപ്ലേസ് ചെയ്യാനുള്ളൊരു പുഷ് ഉണ്ടെങ്കിലും എന്തുകൊണ്ടാണ് ഇത് ഇമ്പോസിബിൾ ആയിട്ടുള്ളത് എന്നുള്ളൊരു ഫാക്ടറിലേക്കാണ് നാരായൺ വിരൽ ചൂണ്ടുന്നത്. ആൻഡ് നൗ another question given in the text is based on നാരായൺസ് ക്ലെയിം about English as an Indian language. എങ്ങനെയാണ് ഇംഗ്ലീഷ് ഒരു ഇന്ത്യൻ ലാംഗ്വേജായി മാറിയിട്ടുള്ളത് എന്ന് നാരായൺ ആർഗ്യൂ ചെയ്തിട്ടുള്ളത് എന്നാണ് അടുത്ത ഒരു പോയിന്റ് വന്നിട്ടുള്ളത്. സോ ഇൻ ദിസ് എസ്സേ ഇത് കുറച്ച് റിപ്പറ്റീഷനായിട്ട് തോന്നാം, പക്ഷേ ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിലാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. സോ ഹിയർ നാരായൺ ആർഗ്യൂസ് ദാറ്റ് ഇംഗ്ലീഷ് ഇസ് നോ ലോങ്ങർ എ ഫോറിൻ ലാംഗ്വേജ് ഇൻ ഇന്ത്യ. ഹി മേക്സ് ദിസ് ക്ലെയിം ത്രൂ ദ പെർസോണിഫൈഡ് ക്യാരക്ടർ ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ്. അപ്പോൾ ഈ കോർട്ട് റൂമിൽ സ്വയം ഡിഫെൻഡ് ചെയ്യുന്ന ഇംഗ്ലീഷ് ലാംഗ്വേജ് എന്നുള്ള ക്യാരക്ടറിലൂടെയാണ് ആർ കെ നാരായൺ ഇംഗ്ലീഷ് ഒരു ഫോറിൻ ലാംഗ്വേജ് അല്ല ഇന്ത്യയിൽ. കാരണം ഇംഗ്ലീഷ് ഇസ് മോർ ദാൻ ഫോറിൻ ലാംഗ്വേജ്, ഇറ്റ് ഇസ് മോർ ഇന്ത്യൻ ആയിട്ട് മാറിയിട്ടുണ്ട് എന്നാണ് ഇദ്ദേഹത്തിൻ്റെ ആർഗ്യുമെൻറ്റ്. സോ വെൻ ദ ജഡ്ജ് ടെൽസ് ഇംഗ്ലീഷ് ടു ഗോ ബാക്ക് ടു യുവർ ഓൺ കൺട്രി, ദ ലാംഗ്വേജ് ഫേംലി റെസ്പോൺസ്, ദിസ് ഇസ് മൈ കൺട്രി. നീ നിൻ്റെ നാട്ടിലേക്ക് തിരിച്ചു പോകുമെന്ന് പറയുമ്പോൾ ഐ എം അഫ്രൈഡ് ദാറ്റ് ദിസ് ഇസ് മൈ കൺട്രി എന്നാണ് ഇംഗ്ലീഷ് പറയുന്നത്. സോ വൈൽ ദ judge might be 70 years old, I'm I'm older than you and I'm 200 years old എന്നാണ് ഇംഗ്ലീഷ് പറയുന്നത്. അപ്പോൾ ജഡ്ജിന് 70 വയസ്സുള്ളെങ്കിൽ ഇംഗ്ലീഷ് ഇവിടെ ഇന്ത്യയിലെത്തിയിട്ട് 200 വർഷമായ സ്ഥിതിക്ക് ഇംഗ്ലീഷ് ഇസ് മോർ ഇന്ത്യൻ. ആൻഡ് ദിസ് ലോങ് പ്രസൻസ് ഹാസ് മെയ്ഡ് ഇംഗ്ലീഷ് ഡീപ്ലി റൂട്ടഡ് ഇൻ ഇന്ത്യൻ സൊസൈറ്റി. അപ്പോൾ ഇത്രയും കാലം ഇന്ത്യയിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ ഇന്ത്യൻ കൾച്ചറിലേക്ക് ഇംഗ്ലീഷ് ഡീപ്പ് റൂട്ട് ആയിട്ടുണ്ട്. Then to strengthen this argument, Narayan shows how English has become culturally Indian by having the language describe herself as a devotee of goddess Saraswati. പിന്നീട് ഈ ഒരു പോയിന്റ് ഒന്നുകൂടെ അസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നാരായൺ യൂസ് ചെയ്തിട്ടുള്ളത് ഇംഗ്ലീഷ് എങ്ങനെ ഇന്ത്യൻ കൾച്ചറുമായിട്ട് ബ്യൂട്ടിഫുള്ളായിട്ട് ബ്ലെൻഡ് ആയിട്ടുണ്ട് എന്നുള്ളതാണ്. സോ അവിടെയാണ് ഗോഡസ് സരസ്വതിയുടെ റൈറ്റ് ഹാൻഡാണ് ഞാൻ, എന്നിലൂടെയാണ് എഡ്യൂക്കേഷൻ പോസിബിൾ ആവുന്നത് എന്നുള്ള ആർഗ്യുമെൻറ്റ് കൊണ്ടുവന്നിട്ടുള്ളത്. ആൻഡ് നൗ ത്രൂ ദീസ് ആർഗ്യുമെൻറ്റ്സ് നാരായൺ suggests that after centuries of use in Indian education system, codes and administration, English has been adopted and adapted by Indians. അപ്പോൾ ഒരു നൂറ്റാണ്ടുകളോളം ഇംഗ്ലീഷിനെ നമ്മുടെ കോഡ്സിലും അഡ്മിനിസ്ട്രേഷനിലും ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് ഇംഗ്ലീഷ് നമ്മൾ അഡോപ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്, ഇംഗ്ലീഷിനെ നമ്മൾ അഡാപ്റ്റ് ചെയ്തിട്ടുണ്ട്. അഡാപ്റ്റേഷൻ എന്ന് പറയുമ്പം നമ്മുടെ സാഹചര്യങ്ങൾക്കനുസരിച്ച് ഒരു കോൺസെപ്റ്റിനെ മാറ്റി മറിച്ച് നമ്മുടേതാക്കി മാറ്റുന്നത്. സോ to the point where it belongs to India just as much it belongs to England. അപ്പോൾ ഇംഗ്ലണ്ടിലെ എത്ര ഇംഗ്ലീഷ് സ്വന്തമാണോ അതുപോലെ നമുക്കും ഇംഗ്ലീഷ് സ്വന്തമായിട്ടുണ്ട് എന്നുള്ളൊരു ആർഗ്യുമെൻ്റാണ് നാരായൺ പറഞ്ഞിട്ടുള്ളത്. സോ ദാറ്റ്സ് ഓൾ ഫോർ ദിസ് ലെസൺ. താങ്ക് യു സോ മച്ച് ഫോർ ലിസ്ണിംഗ്.